ബലരാമൻ അങ്ങള് എന്തൊക്കെയാ നമ്മളോട് കാണിക്കുന്നത്? സിദ്ധു, ഞാൻ പോവാൻ തേവക്കാട്ടേക്ക്. ഞാൻ ചോദിക്കാം, ഞങ്ങളെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേന്ന്. വേണ്ട പ്രഭ. അല്ല സിദ്ധു, ദേവികയ്ക്കെതിരെയുള്ള ദേഷ്യം കൂടെ നമ്മളോട് തീർക്കുന്ന എന്തിനാ? അതെന്തിനും ആവട്ടെ, താൻ അങ്ങോട്ടൊന്നും പോണ്ട. ശരി, ഞാൻ പോകുന്നില്ല. സിദ്ധു ഒരു കാര്യം ചെയ്യും, ദേവിക എവിടെയാണെന്ന് ബലരാമനെ വിളിച്ച് പറയും. അല്ലാതെ നിങ്ങൾ രണ്ടുപേരും കൂടി ബാക്കിയുള്ളവരുടെ ജീവിതം എന്തിനാ ഇല്ലാതാക്കുന്നത്? അമ്മേ, ഇവിടെ ഇപ്പൊ അങ്ങള് മനഃപൂർവ്വമായി നമുക്കെതിരെ ഓരോന്നോരോന്നായിട്ട് പരീക്ഷിക്കുക. ഇപ്പൊ വന്നവരുടെ കമ്പനിന്ന് നമ്മൾ വ്യക്തിപരമായിട്ടല്ലല്ലോ ലോൺ എടുത്തേ. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ചെന്ന് ചോദിക്കാമെന്നു. കമ്പനിയുടെ CEO ഞാനൊന്ന് വിളിക്കട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ട് മതി ഇനി ബാക്കി സംസാരം. കർശന നിർദ്ദേശം കൊടുത്ത സ്റ്റാഫിനെ ചന്ദ്രോത്തേക്ക് അയച്ചിട്ടുള്ളത്. യാതൊരു ദയോ മര്യാദയോ കാണിക്കരുതെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സിദ്ധാർത്ഥ സാർ തന്നെ എടുക്കണ്ട. അവൻ നിലവിളിക്കണം. നിലവിളിച്ച് ഇവിടെ എന്റെ മുന്നിൽ സമസ്ത അപരാധങ്ങളും ഏറ്റുപറയണം. അപ്പോഴും ഞാൻ അവന് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല. പുള്ളി ലീഗലായി മൂവ് ചെയ്താൽ നമ്മളല്പം ബുദ്ധിമുട്ടും. നിങ്ങൾ രണ്ടുപേർക്കും ഒരുപോലെയാ ബാധ്യത വരേണ്ടത്. ഇതിപ്പോ ഒരാളുടെ തലയിലേക്ക് മാത്രമാകുമ്പോ പ്രശ്നമാകും. നിയമപരമായി നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു നീതി നിയമവും അയാൾ ഈ കുടുംബത്തോടോ എന്റെ മോളോടോ കാണിച്ചിട്ടില്ല. അപ്പൊ പിന്നെ തിരിച്ചും അത് കാണിക്കേണ്ട കാര്യമില്ല. സിദ്ധാർത്ഥൻ സാർ വിളിക്കും. അവൻ ഇനിയും വിളിക്കും, വിളിച്ചുകൊണ്ടേയിരിക്കും. എന്നെ വിളിക്കുന്നുണ്ട്, ഞാനെടുക്കില്ല. അവന്റെ മരണവെപ്രാളായി കാണിക്കുന്നേ. ശ്വാസം കിട്ടാതെ അവൻ പിടഞ്ഞുകൊണ്ടേയിരിക്കും. പിടഞ്ഞ് അവസാനം നിശ്ചലമാവുന്ന കാഴ്ച കാണാനായിട്ട് ഞാൻ ചന്ദ്രോത്തേക്ക് ചെല്ലും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.